ആ വിഷയം പഠിച്ച ആളെന്ന നിലയ്ക്ക് നന്നായി അറിയാം. രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷിതമായ ജോലി സാധ്യതകൾ നൽകുന്ന ഒരു സയൻസ് വിഷയമാണ് ബയോകെമിസ്ട്രി. അതിൽ ഡിഗ്രിയും PGയും നല്ല മാർക്കോടെ പാസ്സായി ഗവേഷണം തുടങ്ങിയ ഒരു വഡോദരക്കാരി സമർത്ഥയായ വിദ്യാർത്ഥിനി സോഫിയ ഖുറേഷി കേണൽ ഖുറേഷി ആയത് പിച്ചവെച്ച നാൾ മുതൽ വീട്ടിൽ കേട്ട രാജ്യരക്ഷാ പാഠങ്ങൾ കൊണ്ട് മാത്രമല്ല. സേവനമാണ് ദ അൾട്ടിമേറ്റ് ഡ്യൂട്ടി, സേവാ പരമോ ധർമ്മ എന്ന ആർമി ആപ്തവാക്യം കേവലാക്ഷരങ്ങൾക്കപ്പുറം പൈതൃക ചോരയിലൂടെ ഹൃദയരക്തമായതുകൊണ്ടാണ്. ആ ഹൃദയമിടിപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെച്ച കുടുംബത്തിന് മൂന്നാം തലമുറയാണ്. ആ തെമ്മാടി രാഷ്ട്രം നാണം കെട്ട് തോൽക്കാൻ നേർക്കുനേർ വന്ന 71 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത താജ് മുഹമ്മദ് ഖുറേഷിയുടെ പിന്മുറയാണ്. ആയുഷ്കാലങ്ങൾ രാഷ്ട്ര സേവനത്തിൽ ആഹൂതി ചെയ്തൊരു കുടുംബത്തിന്റെ കനൽത്തരി ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം ഓപ്പറേഷൻ സിന്ദൂർ രാഷ്ട്രത്തോട് ക്ലാരിറ്റിയോടെ പറഞ്ഞ ഹിസ്റ്റോറിക് ഐക്കൺ കേണൽ ഖുറേഷിയെ ഒരുത്തരൊരു BJP-കാരൻ മന്ത്രിയാണ്. പുഴുത്ത നാക്കുകൊണ്ട് ഭീകരവാദികളുടെ സഹോദരി എന്ന തെറിവാക്ക് അത് പൊറുക്കാവതല്ല. വിദ്വേഷം നാർന്ന വൃത്തികേട് പറഞ്ഞ് ദിവസം ഇത്രയായിട്ട് മാർജവം കെട്ട പാതിവന്ത വർത്താനങ്ങളല്ലാതെ ആ മന്ത്രിപ്പണി നിർത്തി വീട്ടിപ്പൊക്കോ നിർത്തറാ നിന്റെ വൃത്തികേട് എന്നൊരു പ്രതികരണം ആ പാർട്ടിയിൽ നിന്നുണ്ടാവുന്നില്ലെങ്കിൽ നേതാക്കളെ അതിർത്തി കാക്കുന്ന ഈ നാടിന്റെ സൈന്യത്തോട് നിങ്ങൾക്ക് എന്ത് റെസ്പെക്റ്റാണ്? ആന്റൺ കലാനിഷ്കോ AK-47 അറുത്തുമുറിക്കാൻ നല്ലത് മതവർഗീയതയാണെന്ന് അസീം മുനീറിന് അമേധ്യ തലച്ചോറിന്റെ ഡിസൈൻ പൊളിച്ച് കയ്യിൽ കൊടുത്ത ജനതയുള്ള രാജ്യമാണ്. ഈ ചെവിയിൽ കേട്ടതാണ് ഒരു മുദ്രാവാക്യം, ഇസ് ഹിൻസാക്കോ ദേക്കർ ഖൂൻ ലക്കോലോ ഖൂൻ നഹി വോ പാനി ഹേ. ഈ അതിക്രമം കൊണ്ട് നിങ്ങളുടെ ചോര തിളയ്ക്കുന്നില്ലെങ്കിൽ അത് ചോരയല്ല വെള്ളമാണെന്ന് ആ കാശ്മീർ താഴ്വരയിൽ പ്രകമ്പനത്തോടെ മുഴുങ്ങിയതാണ് രോഷത്തിന്റെ മുദ്രാവാക്യം. വെറിപൂണ്ട വേട്ടത്തെറ്റയിൽ ഭീകരവാദികളുടെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റ് വീണ പിതാവിനെ കാണേണ്ടി വന്ന ആരതിയും 6 നാൾ നീണ്ട ദാമ്പത്യമൊടുവിൽ വൈധവ്യ ദുഃഖത്തിൽ ഹിമാൻഷിയും ആ നെഞ്ചുകൊത്തിപ്പറിക്കുന്ന വേദനയിലും മാനവികതയാണ് പറഞ്ഞതെങ്കിൽ അത് ഏത് വെറുപ്പിന്റെ മന്ത്രി വിചാരിച്ചാലും തകർക്കാനാവാത്ത ഈ നാടിന്റെ മണ്ണാഴത്തിൽ ആഞ്ഞുറഞ്ഞു കിടക്കുന്ന മതേതര ബോധം, രാഷ്ട്രമെന്ന വികാരം, ആ പേവിഷം തീണ്ടിയ ഭ്രാന്തൻ കൂട്ടം വിയോഗവേദനയിലും വെറുതെ വിട്ടോ ഹിമാൻഷിയെ, വെറുതെ വിട്ടോ ആരതിയെ. ഒന്നു മാത്രം പറഞ്ഞേക്കാം, ആ താഴ്വരയിൽ കനച്ചു കിടന്ന കട്ടച്ചോരയുടെ മതം നോക്കാതെ വേദനിച്ച് ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ചേരില്ല മന്ത്രി തന്റെ വൃത്തികെട്ട പദാവലി. പോരാട്ടമുഖത്ത് ശത്രുവിന്റെ വെടിയുണ്ടയിൽ വീണുപോയാൽ അത് ഈ പിറന്ന നാടിന് കൊടുക്കുന്ന രക്തപുഷ്പങ്ങൾ എന്ന ചിന്തയിൽ രാജ്യത്തിന്റെ മാനം കാക്കാൻ ധീരം സായുധമിറങ്ങുന്ന കേണൽ ഖുറേഷിയോട് അല്ലടോ ഭീകരവാദികളുടെ സഹോദരി. വെറിയൻ ചിന്തയിൽ ഉണർന്ന് മതവെറി തിന്ന് മതവെറിയിൽ കുളിച്ചാർത്ത് പുളയ്ക്കുന്ന നിങ്ങളാണ് ആ ഭീകരവാദികളുടെ സഹോദരങ്ങൾ, വെറുപ്പിന്റെ കൂട്ടുകച്ചവടക്കാർ, സമാധാന ഹന്താക്കൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.